ഇറാന്റെ പരമോന്നത സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി അലി ലാർജാനിയും IRGCയുടെ അർദ്ധസൈനിക വിഭാഗമായ ബസീജ് ഫോഴ്സ് മേധാവി ഗൊറാംലിസ സൊലൈമാനിയും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ വ്യോമാക്രമണത്തിൽ ഇരുവരും കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ കട്സ് പറയുന്നത്. ഇറാനിൽ നിലവിൽ ഏറ്റവും ശക്തനായ വ്യക്തിത്വമാണ് സുരക്ഷാ കൗൺസിൽ മേധാവിയായ അലി ലാർജാനി. വിവരങ്ങളുമായി അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ ഉണ്ട്. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ഇത് ഏറ്റവും നിർണായകമായ വാർത്തയാണ്. ഇസ്രയേൽ ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വാർത്തയാണിത്. അതായത് നിലവിൽ യുദ്ധകാലത്ത് ഇറാനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ്, അതായത് ഇറാന്റെ ഡിഫാക്ടോ നേതാവ് എന്ന് തന്നെ വിളിക്കാവുന്ന നേതാവ് അലി ലാറിജാനി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കെറ്റ്സ് പറയുന്നത്. ഒപ്പം തന്നെ ബസീജ് ഫോഴ്സിൻ്റെ മേധാവി ഗൊലാം റീസ സൊലൈമാനിയും കൊല്ലപ്പെട്ടതായി ഇപ്പോൾ ഇസ്രയേൽ പറയുന്നു. ഇത് ഈ വാർത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് IRGCയുടെ നേതാവായിരുന്ന, അല്ലെങ്കിൽ ഏറെക്കാലം ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ നോക്കൂ, ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ശക്തി ദുർഗമായി നിലനിന്ന നേതാവാണ് അലി ലാറിജാനി. ഒപ്പം തന്നെ ബസീജ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ IRGCയുടെ അർദ്ധസൈനിക വിഭാഗമാണ്. ആഭ്യന്തര സുരക്ഷ, ഇറാൻ്റെ ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് ബസീജ് ഫോഴ്സാണ്. ബസീജ് ഫോഴ്സാണ് നിലവിൽ ഇസ്രയേലിനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായി സൈനികമായി കീഴടക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ഒരു പ്രതിരോധം തീർക്കുന്നത്. ഒപ്പം തന്നെ IRGCയും ഈ നിലവിൽ IRGCയും ബസീജ് ഫോഴ്സിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെ മറികടന്ന് ഒരു വലിയ സൈനിക പ്രതിരോധം തീർത്തു നിൽക്കുന്നത് ഈ രണ്ട് നേതാക്കൾ ആണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവരെ ലക്ഷ്യമിട്ട് ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിലാണ് ഈ രണ്ട് നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന സുപ്രധാനമായ വാർത്ത പുറത്തു വരുന്നത്. അലി ലാറിജാനി എന്ന് പറയുന്നത് ആദ്യകാലം മുതൽ തന്നെ IRGCയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന നേതാവാണ്. 12 വർഷക്കാലം ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറായിരുന്നു. നിരവധിയായിട്ടുള്ള സാംസ്കാരിക വകുപ്പടക്കമുള്ള, അവിടുത്തെ വാർത്താ പ്രക്ഷേപണ വകുപ്പടക്കമുള്ള വലിയ സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ ന്യൂക്ലിയർ നയതന്ത്രത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ചർച്ചകളിലൊക്കെ തന്നെ അലി ലാറിജാനിക്ക് വലിയ പങ്കുണ്ട്. തന്നെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഇറാന്റെ പരമോന്നത സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി അലി ലാർജാനിയും IRGCയുടെ അർദ്ധസൈനിക വിഭാഗമായ ബസീജ് ഫോഴ്സ് മേധാവിയും കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ലഭിച്ചത്.